നമസ്കാരം. എല്ലാവർക്കും ഈ ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരള PSC പുറപ്പെടുവിപ്പിച്ച പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളെ പറ്റിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോക്സോ ആക്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കാം. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ക്ലാസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. നമുക്ക് നോക്കാം. രണ്ടാമത്തെ പാർട്ട് നോക്കി. നമ്മൾ സെക്ഷനുകൾ പറഞ്ഞു വെച്ചിരിക്കുവായിരുന്നു. കുറച്ച് സെക്ഷനുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ. അമെൻമെന്റ് ചെയ്ത, ഭേദഗതി വരുത്തിയ സെക്ഷൻ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് അല്ലെ. 4 നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. 4 എന്നുള്ള സെക്ഷൻ ഒരുപാട് വട്ടം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ചോദിച്ച ചോദ്യം കൂടിയാണ്. അപ്പോൾ സെക്ഷൻ 4 നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആ സെക്ഷൻ ഏതാണ്? 7 എന്താണ് 7 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ആക്രമണം. എന്താണ് ലൈംഗിക ആക്രമണം? നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചായിരുന്നല്ലേ, കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമണം പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി നോക്കിയേ, സെക്ഷൻ 7 വന്നപ്പോൾ ലൈംഗിക ആക്രമണമായി കുട്ടികൾക്കെതിരെയുള്ള. അപ്പോൾ അവിടെ എന്താ പറയുന്നത് നോക്കിയേ. ഈ സെക്ഷൻ പ്രതിപാദിക്കുന്നത് ലൈംഗിക ചിന്തയോടെയോ വികാരത്തോടെയോ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ ആ കുട്ടിയെ കൊണ്ട് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തുവെങ്കിൽ ആ സെക്ഷൻ, ആ ഒരു കുറ്റകൃത്യം സെക്ഷൻ 7 പ്രകാരം പറയുന്നു ലൈംഗിക ആക്രമണമാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? സ്പർശിക്കുകയോ അല്ലെങ്കിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യുന്നു? തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തുവെങ്കിൽ അതേതാണ് സെക്ഷൻ? സെക്ഷൻ 7. സംഭവം എന്താണ്? ലൈംഗിക ആക്രമണമാണ്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നല്ലേ ഈ പോക്സോ ആക്ടിലെ സെക്ഷനുകളൊക്കെ, എളുപ്പമാണ്. അപ്പോൾ ഇനി നോക്കാം. ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും സെക്ഷൻ ഏത് വരും, അതിനകത്തിൽ എന്താ പറയുന്നത് അല്ലെ. സെക്ഷൻ 8 എന്താണ്? നിങ്ങൾക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് പഠിച്ച് ശ്രദ്ധിച്ചു പോയ ആൾക്കാർക്ക് അറിയാം എന്താണ് ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയാണ് അല്ലെ. എന്ത് കുറ്റം പറഞ്ഞാൽ അതിന് എന്തുണ്ടായിരിക്കും? ശിക്ഷയുണ്ടായിരിക്കും എന്നതാണ് നമ്മൾ പോക്സോ ആക്ട് പഠിച്ചു വന്നപ്പോൾ നമ്മൾ ആ ട്രാക്കിലൂടെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിക്ഷ, ഇവിടുത്തെ ശിക്ഷ എന്താണെന്ന് നോക്കിയേ. ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ 3 വർഷം മുതൽ 5 വർഷം വരെ തടവു ശിക്ഷയും പിഴയും ലഭിക്കുന്നു. 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള എന്ത് തടവു ശിക്ഷയും കൂടാതെ എന്തും ലഭിക്കുന്നു? പിഴയും ലഭിക്കുന്ന ശിക്ഷയാണ് ഏതെന്ന് പറയുന്നത്? ലൈംഗിക ആക്രമണം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ആ ഒരു ശിക്ഷ ഓർത്തിരുന്നോടെ. 3 വർഷം മുതൽ എത്ര വർഷം വരെയാണ്? 5 വർഷം വരെയാണ്. എന്താണ് ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ. കൂടെ എന്തുകൂടെ കിട്ടുന്നു? പിഴയും കിട്ടുന്നു എന്ന് നമ്മൾ ഓർത്തിരുന്നോളാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെക്ഷൻ എളുപ്പമാണ്. ആ സെക്ഷൻ ഇച്ചിരി അപ്പുറത്തേക്ക് ചെല്ലും. 11 കേട്ടോ. 8 കഴിഞ്ഞ് 9 നമ്മൾ എങ്ങോട്ട് പോകുന്നു? 11 ചെല്ലുന്നു. ലൈംഗിക പീഡനമാണ്. എന്താണ് ലൈംഗിക പീഡനം? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പീഡനം, പീഡനം, പീഡനം എന്നുള്ളത്. മാനസിക പീഡനമുണ്ട്, ശാരീരിക പീഡനമുണ്ട്, ലൈംഗിക പീഡനമുണ്ട്. നമുക്കിവിടെ നോക്കാം. ഇത് എന്തായിരിക്കും? കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനമായിരിക്കും. ആ ലൈംഗിക പീഡനമായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് ഇത്. ഈ സാഹചര്യങ്ങൾ, ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് കണക്കാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന് കണ്ടെത്തുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സാഹചര്യം നോക്കിക്കോണേ. ഒരു കുട്ടിയെ കൊണ്ട് തന്റെ ശരീരഭാഗമോ ശരീരമോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ, കണ്ടോ, ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗമോ അല്ലെങ്കിൽ ശരീരമോ നഗ്നതയോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയായി? ലൈംഗിക പീഡനമായി എന്ന് നമുക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ പോലീസ് ആ ഒരു സെക്ഷൻ പ്രകാരമാണ് കേസ് എടുക്കുന്നത്. രണ്ടാമത്തെ സാഹചര്യം നോക്കിയേ. അശ്ലീലത നിറഞ്ഞ എന്തെങ്കിലും ഒരു വസ്തു കുട്ടിയെ കാണിക്കുന്നു. വളരെ വൃത്തികെട്ട അശ്ലീലത നിറഞ്ഞ എന്തെങ്കിലും ഒരു വസ്തു, അതെന്തോ ആയിക്കോട്ടെ, ആ ഒരു വസ്തു കുട്ടിയെ കാണിച്ചു. കുട്ടിക്ക് അത് വലിയ രീതിയിൽ എന്തായി മാറി? വലിയൊരു പ്രശ്നമായി മാറി. ആ കുട്ടി എന്ത് ചെയ്തു? രക്ഷകർത്താക്കളോടോ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതും എന്തായിട്ട് മാറി? ലൈംഗിക പീഡനമായി മാറി എന്നത് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 2 സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്.
കുട്ടി കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ള എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായല്ലോ, ഒരു കുട്ടി കേൾക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ കുട്ടികൾ നടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രം നടന്നു പോകുന്ന സമയത്ത് ആ കുട്ടി കേൾക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഏതെങ്കിലും കുറച്ച് ആൾക്കാരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ എന്തെങ്കിലും ഒരു അശ്ലീലത നിറഞ്ഞ ഒരു സംഭാഷണം നടത്തുകയോ അല്ലെങ്കിൽ കുട്ടി കേൾക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും പ്രത്യേകം നിറഞ്ഞ ശബ്ദം പുറപ്പെടുവിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതിൽ അശ്ലീലത നിറഞ്ഞ ശബ്ദം ഉണ്ടല്ലോ, ഏതെങ്കിലും ശബ്ദം, അത് കുട്ടിക്ക് അത് കേൾക്കുമ്പോൾ വലിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് വലിയ ഒരു പരാതിപ്പെടാം, അതിനത് തീരെ സഹിക്കാൻ പറ്റിയില്ല, അത് എന്ന് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ലൈംഗിക പീഡനമായിട്ടാണ് പരിഗണിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നോക്കിയേ, ഒരു കുട്ടികളെ ഒരു വ്യക്തിയുടെ ശരീരഭാഗമോ ലൈംഗികത നിറഞ്ഞ എന്തെങ്കിലും വസ്തുവോ ഭാഗമോ കാണിച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ ഒരു വ്യക്തിയുടെ ശരീരഭാഗം ഒരു കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈംഗികത നിറഞ്ഞ എന്തെങ്കിലും വസ്തു കുട്ടിയെ കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗമോ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ അതും എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ലൈംഗിക പീഡനമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താ പറയുന്നത് നോക്കിയേ. അശ്ലീല കാര്യങ്ങൾക്കായി ഒരു കുട്ടിയെ വശീകരിക്കുകയോ പാരിതോഷ്യം നൽകുകയോ ചെയ്യുകയാണെങ്കിൽ, ഒരു കുട്ടിയെ ലൈംഗികത ലക്ഷ്യത്തോടെ ഒരു കുട്ടിയെ സമീപിക്കുന്നു, അതിനുവേണ്ടി ആ കുട്ടിക്ക് എന്ത് നൽകുന്നു? ആ പാരിതോഷികം നൽകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വശീകരിച്ചെടുക്കുന്നു. അങ്ങനെ ആ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളുടെ ലൈംഗിക പീഡനം ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. വശീകരിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്ത് നൽകുന്നു? സമ്മാനങ്ങൾ നൽകുന്നു, ഫോണോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വസ്തുക്കളോ പൈസയോ എന്തെങ്കിലുമൊക്കെ നൽകി, ഡ്രസ്സോ ഇതൊക്കെ നൽകി കുട്ടികളെ വശീകരിച്ചെടുത്ത് എന്തിന്? ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ആൾക്കാർക്ക്, വീട്ടുകാർക്കോ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ കുട്ടി തുറന്നു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ഏത് വകുപ്പ്? ലൈംഗിക പീഡനം എന്ന് പറയുന്ന ആ ഒരു വകുപ്പാണ് അവിടെ ചുമത്തുന്നത്. അടുത്ത് നോക്കിയേ, നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയോ സ്ഥിരമായി ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പരാതിപ്പെട്ടാൽ അതും എന്തായി മാറി? ലൈംഗിക പീഡനമായി മാറി. നിങ്ങൾക്ക് അറിയാലോ, ഒരു കുട്ടി പോകുന്ന 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി കോളേജിലോ സ്കൂളിലോ എവിടെ പോവുകയാണെങ്കിലും ആ കുട്ടിയെ ഒരു വ്യക്തി നിരന്തരം അങ്ങ് നിരീക്ഷിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക. കുട്ടി പോകുന്ന വഴിയിലെല്ലാം പുള്ളിക്കാരനുണ്ട്, ആ പോകുന്ന ബസ്സിലുണ്ട്, അല്ലെങ്കിൽ അതിനെ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുക. കുട്ടി ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല, നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നിരന്തരം ശല്യമായി കഴിയുമ്പോൾ അത് വീട്ടിൽ പറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തു? പരാതി കൊടുക്കുമ്പോൾ അത് പോലീസ് എന്തായിട്ട് പരിഗണിക്കും? ലൈംഗിക പീഡനമായിട്ട് പരിഗണിക്കുകയും ആ ചെയ്ത ആൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും എന്നതാണ് പോക്സോ ആക്ട് 2012 പ്രതിപാദിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ യഥാർത്ഥമോ കെട്ടിച്ചമച്ചതോ ആയ ലൈംഗിക പ്രവർത്തികൾ എന്ത് ചെയ്യുമെന്ന് പുറത്തുവിടുമെന്ന് ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? പുറത്തുവിടുമെന്ന്, അതാണ് ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ യഥാർത്ഥമായോ ഒരു കുട്ടിയുടെ നഗ്നത നിറഞ്ഞ ഭാഗമോ അല്ലെങ്കിൽ സ്വകാര്യ ചിത്രീകരണം അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? എടുത്തിട്ട് അത് വെളിയിൽ വിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് പരാതി കൊടുത്താൽ അതും എന്തായിട്ട് മാറും? ലൈംഗിക പീഡനമായിട്ട് മാറും എന്നതാണ് ഇവിടെ പറയുന്നത്. ഇതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയുമാണ് ലൈംഗിക പീഡനമായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവയെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും? ലൈംഗിക പീഡനമായിട്ട് പരിഗണിക്കും. ഈ ലൈംഗിക പീഡനത്തിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കേസ് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എളുപ്പമല്ലേ ഇത്രയും പോയിന്റ് ഒക്കെ ഓർത്തിരിക്കാൻ? ലൈംഗിക പീഡനത്തിന് പോയിന്റുകൾ ഓർത്തിരിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സെക്ഷൻ 12 ആണ്. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണ് 2012 പോക്സോ നിയമപ്രകാരം എന്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ലൈംഗിക പീഡനം നടന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ സാഹചര്യങ്ങൾ എന്തെങ്കിലും നടന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷ എത്ര വർഷം വരെയാണ്? 3 വർഷം വരെ തടവും പിഴയുമാണ്. മുന്നേ നമ്മൾ പഠിച്ചു 3 വർഷം മുതൽ 5 വർഷം എന്ന് പഠിച്ചു. ഇവിടെ എത്രയാണ്? 3 വർഷം വരെ മാത്രമേ ഉള്ളൂ. കൂടാതെ എന്ത് നൽകുന്നു? പിഴയും നൽകുന്നു എന്നാണ് ഈ ഒരു ശിക്ഷ സെക്ഷൻ 12 പറയുന്നത്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ കണ്ടന്റ്, പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം.
സെക്ഷൻ 16 ഇവിടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ സെക്ഷൻ 16 നോക്കാം. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ. എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യാൻ അല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളാം. കുറ്റകൃത്യം ചെയ്യാൻ ഒന്നോ അതിലധികമോ ആൾക്കാരുമായി ഗൂഢാലോചന, ആ വാക്ക് ശ്രദ്ധിച്ചോണം, ഏതാണ്, ഗൂഢാലോചന നടത്തുന്നു എന്നത് സെക്ഷൻ 16 വരുന്നു. ഇപ്പോൾ ചോദിക്കണം, പോക്സോ നിയമപ്രകാരം ഗൂഢാലോചനയെ പറ്റി പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയും പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വകുപ്പ് ഏതാണ്, 16. ഏതാണ്, സെക്ഷൻ 16. അപ്പോൾ ഗൂഢാലോചന, ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി ഒന്നോ അതിലധികമോ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ അത് സെക്ഷൻ 16. നോക്കിയേ, നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന്, ശ്രദ്ധിച്ചോണേ ആ പോയിന്റ്, നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് മനഃപൂർവ്വം സഹായം നൽകുന്നതും എന്ത് ചെയ്യുന്നു, സെക്ഷൻ 16 കീഴിൽ വരുന്നു. ഒരാൾ കുറ്റം ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് എന്ത് ചെയ്യുന്നു, സഹായം നൽകുന്നു, കാശ് നൽകുന്നു, ഫോൺ നൽകുന്നു, വണ്ടി നൽകുന്നു, വീട് നൽകുന്നു. ഇതെല്ലാം നൽകുന്ന വ്യക്തിയെയും ആ കേസിൽ എന്തായിട്ട് മാറ്റും, പ്രതി ചേർക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് കുറ്റം ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിരുന്നിട്ടും അയാളെ സഹായിക്കുകയാണ്. ആ ഒരു സഹായം ചെയ്ത ആളെയും എന്തായിട്ടാണ് പരിഗണിക്കുന്നത്, പ്രതിയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നു സെക്ഷൻ 22. സെക്ഷൻ 22 എന്താ നോക്കിയേ, വ്യാജ പരാതികൾക്കും വ്യാജ വിവരങ്ങൾക്കുമുള്ള ശിക്ഷയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അതായത് പോക്സോ നിയമം നിലവിൽ വന്നപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ശത്രുതയൊക്കെ നീക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ശത്രുതയൊക്കെ ഉള്ള ആൾക്കാരെ എന്ത് ചെയ്തു, ഈ ഒരു നിയമം കള്ളത്തരമൊക്കെ പറഞ്ഞ് ആ ശത്രുവിനെ ശിക്ഷിക്കാനൊക്കെ നോക്കി. അപ്പോൾ ഇതിനെതിരെ ഇങ്ങനെ കള്ളപ്പരാതി കൊടുക്കാൻ സാധ്യത ഉണ്ടല്ലോ, ഈ കള്ളപ്പരാതി കൊടുക്കുന്ന ആൾക്കാർക്കെതിരെ കൊണ്ടുവന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്ന സെക്ഷൻ 22. ഇത് നോക്കിയേ, ഒരു വ്യക്തിയെ മനഃപൂർവ്വം അപമാനിക്കുവാൻ വേണ്ടി പോക്സോ നിയമത്തിലെ 3, 5, 7, 9 നമ്മൾ ഇതിനകത്ത് ഏത് സെക്ഷൻ പഠിച്ചിട്ടുണ്ട്, 3 പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ? നമ്മൾ ആദ്യത്തെ പാർട്ടിൽ 3 പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു 3 ഇവിടെ പറയുന്നത്. എന്നീ കുറ്റങ്ങൾ ചെയ്തുവെന്ന് വ്യാജ വിവരം നൽകുന്ന ആൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അപ്പോൾ ഓർത്തോണം, 3, 5, 7, 9 എന്നീ കുറ്റങ്ങൾ ചെയ്തുവെന്ന് വ്യാജ വിവരം നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന ശിക്ഷ നോക്കിയേ, 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് അങ്ങ് കൊടുക്കും. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു ഒരു വ്യക്തിയെ മനഃപൂർവ്വം എന്ത് ചെയ്യുകയാണ്, കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്ക് പോലീസ് അന്വേഷിക്കും. പോലീസ് അന്വേഷിച്ചിട്ട് അത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത ആളെ എന്ത് ചെയ്തിരിക്കും, ശിക്ഷിക്കും. സെക്ഷൻ 22 പ്രകാരം 6 മാസം തടവും പിഴയും കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കൊടുക്കും കേട്ടോ. ഇവ രണ്ടും ഒരുമിച്ച് കൊടുക്കാനാണ് ഏറ്റവും സാധ്യതയുള്ളത്. ഇനി അടുത്ത നോക്കിയേ, സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം ഒരു കുട്ടി നൽകുകയാണെങ്കിൽ, ആര് നൽകുന്നു, ഒരു കുട്ടി നൽകുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമായിരിക്കും. നിങ്ങൾ നോക്കി, പോക്സോ ആക്ട് ആർക്ക് വേണ്ടിയുള്ള നിയമമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. അപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുമായിരിക്കോ? ഇല്ല. അപ്പോൾ ഇവിടെ ആർക്ക് ശിക്ഷയില്ല, കുട്ടികൾക്ക് ശിക്ഷയില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയേ, ഒരു മുതിർന്ന വ്യക്തി കുട്ടിക്കെതിരെയാണ് പരാതി നൽകിയത്. ഒരു മുതിർന്ന ആള്, അതായത് 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി എന്നിട്ട് ഒരു കുട്ടി കുറ്റം ചെയ്തു എന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കള്ളമാണെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കും, അയാൾക്ക് 1 വർഷം വരെ തടവും പിഴയും ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കും. അപ്പോൾ ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ അയാൾക്ക് എന്ത് കിട്ടും, വ്യാജ പരാതിയാണ്. വ്യാജ പരാതി നൽകിയാൽ അത് 1 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ ഇവ ഒരുമിച്ചും കിട്ടുന്ന ശിക്ഷയാണ് എന്ന് ഓർത്തോണം. ഇനി സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാം ഈ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാനൽ ന്യൂസ് പേപ്പറിലും അല്ലെങ്കിൽ ചാനൽ റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യത്തില്ല, പുറത്തുവിടത്തില്ല അല്ലെ. ഇരയായ കുട്ടിയെ പറ്റിയുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടത്തില്ല. അതിന് പോക്സോ നിയമത്തിൽ എഴുതി ചേർത്ത സെക്ഷനാണ് സെക്ഷൻ 23. നോക്കിയേ, എന്തെങ്കിലും വിവരങ്ങൾ, പോക്സോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ, ആ കുട്ടിയെ ഇരയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ആര് പുറത്തുവിടുകയാണെങ്കിൽ, മാധ്യമങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങൾ, ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് ഈ സെക്ഷൻ പറയുന്നു. മാധ്യമങ്ങൾ വഴി കുട്ടിയുടെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവിനും പിഴ ശിക്ഷയ്ക്കും അല്ലെങ്കിൽ ഇവ രണ്ടും ആർക്ക് കൊടുക്കും, ആ മാധ്യമത്തിന് കൊടുക്കും. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? അപ്പോൾ ഒരു കുട്ടി പോക്സോ കേസിൽ അല്ലെങ്കിൽ ഇരയായ ഒരു
കുട്ടിയുടെ എന്തെങ്കിലും വിവരം, കുട്ടി പഠിക്കുന്ന സ്കൂളോ പേരോ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞാൽ ആ പുറത്തുവിട്ട ആ ഒരു മാധ്യമത്തിന് എത്ര കൊടുക്കും? 6 മാസം മുതൽ 1 വർഷം വരെയുള്ള തടവും പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും കൊടുക്കും എന്ന് പറയുന്നു. നോക്കിയേ, വേറൊരു കാര്യം പറയുന്നു. കേസ് വിചാരണ ചെയ്യുന്ന സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതുള്ളൂ. അതാരാണ്? ഈ കോടതി നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ കോടതികൾ വരണമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇത് നമുക്ക് പാർട്ട് 1 നമ്മൾ പഠിച്ചതാണ്. പോക്സോ നിയമപ്രകാരം എന്ത് ചെയ്യണം? എല്ലാ ജില്ലയിലും സ്പെഷ്യൽ കോടതികൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? കേസ് വിചാരണ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു താല്പര്യമുണ്ട്, താൻ അനുഭവിച്ച ദുരിതങ്ങൾ കാര്യങ്ങളെല്ലാം പുറത്തു വരണമെന്ന്. അപ്പോൾ എന്താണ്? കുട്ടിയുടെ താല്പര്യപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നത് ആർക്കാണ്? സ്പെഷ്യൽ കോടതിക്ക്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നോക്കിയേ, എന്തെങ്കിലും പോക്സോ കേസുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അതിനാർക്കാണ് ശിക്ഷ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമത്തിന്റെ ഉടമസ്ഥനും അതിന്റെ പ്രസാധകൻ എഡിറ്ററിനും അവരെയും പ്രതി ചേർക്കും. സ്ഥാപനത്തെയും ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനെയും അതേപോലെ എഡിറ്ററിനെയും പ്രസാധകനെയും എന്ത് ചെയ്യുന്നു? ആ ഒരു കേസിൽ പ്രതി ചേർക്കുന്നു എന്നതാണ് സെക്ഷൻ അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പോക്സോ ആക്ടിന്റെ 2ാമത്തെ പാർട്ട്. നമ്മൾ പോക്സോ ആക്ട് ഇപ്പോൾ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര മാർക്കുണ്ട്? നമ്മുടെ കയ്യിൽ 2 മാർക്ക് ഇപ്പോൾ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോക്സോ അങ്ങോട്ട് നോക്കിയേ വേണ്ട. നമ്മുടെ കയ്യിൽ ആ 2 മാർക്ക് ഇരിപ്പുണ്ട് എന്ന് നിങ്ങൾ ഓർത്തോണം. പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ്, അതായത് പോലീസ് ഡ്രൈവർ ഉണ്ട്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, വുമൺ പോലീസ് ഉണ്ട് അല്ലെ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്. ഈ 3 പരീക്ഷയ്ക്കും ഇതേ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിനകത്തിൽ വരുന്നുണ്ട് പോക്സോ. അപ്പോൾ 2 മാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.